ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീടൊക്കെ വരെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ 3-4 ദിവസത്തേക്ക് വേണ്ടി കൂർഗിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രസമല്ലേ, പണ്ടത്തെ പോലെ മരത്തേലും കയറി അവക്കാഡോയും പറിച്ച് പേരക്കായും പറിച്ച് അവിടെയുള്ള എല്ലാ സംഭവങ്ങളും വലിഞ്ഞു കയറി. എന്ത് രസമായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ. അപ്പം അതുപോലൊക്കെയുള്ളൊരു മെമ്മറീസ് നമ്മുടെ പിള്ളേർക്കും വേണമല്ലോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് ഈ മരത്തേലും കാപ്പിത്തോട്ടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനും ഒക്കെ. പിന്നെ ഇത് കണ്ടോ, ഉറുമ്പുകൾ മഴയ്ക്ക് മുന്നേ ലൈനായിട്ട് പോകുന്നത്. ആ പോട്ടെ, അവരുടെ ലൈൻ തെറ്റിക്കണ്ട. അപ്പോൾ പിന്നെ നമ്മുടെ ആൻറ്റിയുടെ ഗാർഡനൊക്കെ ഇങ്ങനെ ചുറ്റിക്കണ്ട് കറങ്ങി. ഇത് കണ്ടാലും തീരുകയില്ല. അതുപോലെ ചെടികളാണ് ഇവിടെ മൊത്തം. പിന്നെ നമ്മുടെ സ്വന്തം വെസ്പ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ബ്ലൂ കളറ് പെയിൻ്റൊക്കെ അടിച്ച് ഗ്യാരേജിൽ കയറ്റിയേക്കുക. ഓടത്തൊന്നുമില്ല, പക്ഷേ എന്നാലും കളയാനും മനസ്സ് വരുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീരാൻറ്റിയുടെ വീടാണിത്. ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെയൊക്കെ വീടാണ്. എന്തോരം ഗാർഡനാണെന്നറിയാമോ. നമുക്ക് പിന്നെ ചെടികളോടാണല്ലോ താല്പര്യം. അതുകൊണ്ട് ഒരു ഇതും കളഞ്ഞില്ല. നമ്മൾ കൈ കിട്ടുന്ന ചെടികളെല്ലാം കളക്ഷൻസും നമ്മൾ പറക്കിക്കൊണ്ട് വന്നു. പിന്നെ ഇവൻ്റെ പിന്നെ സ്ഥിരം പരിപാടിയാണിത്. കണ്ട വിട്ടപ്രാണികളെ എല്ലാത്തിനെ പൊക്കിക്കൊണ്ട് വരും. എന്നിട്ട് അതിനെ പിടിച്ച് ഉമ്മ കൊടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു നടക്കും. അങ്ങനെ 3 ദിവസം എങ്ങനെ പോയി എന്നറിഞ്ഞില്ല. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയമായി. ഇതുപോലെ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ ചുമ്മാതൊന്ന് സ്ലോ മോർണിംഗ്സ് ഒന്നും ഒരിക്കലും ബാംഗ്ലൂരിൽ നടക്കാറില്ല. എന്നും പണിയായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലേ പണിയാണ്. അപ്പോൾ കൈ കിട്ടിയ ചെടികളെല്ലാം വാരിപ്പറക്കി കുറേ മെമ്മറീസും കുറേ സന്തോഷങ്ങളും നല്ല ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങൾ യാത്രയായി. അവരും അവധിക്ക് വന്നവർ അവരും മാംഗ്ലൂരിലോട്ട് അവരും തിരിച്ചു പോയി. ഞങ്ങളപ്പം പോകുന്ന വഴിക്ക് ഇവിടെ പപ്പേര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി. കൂർഗ് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ഫുഡ് റെസ്റ്റോറൻറ്റാണ്. നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ പണ്ട് കൂർഗിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിഫിക്സ് ഒക്കെ ഇവിടെ എക്സിബിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഫുഡും അതുപോലെ നല്ല ഫുഡാണ്. നമ്മൾ കൂർഗ് ടൈപ്പ് ഡിഷസൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നല്ലൊരു റെസ്റ്റോറൻറ്റാണിത്. ഇഷ്ടം പോലെ ആൾക്കാർക്കൊക്കെ വന്നാലും ഇവിടെ ഇരിക്കാനൊക്കെ സൂപ്പറായിട്ട് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.